ആ മോള് പറഞ്ഞേ സിനി. ആ കഠിനമുള്ളത്, മാറായിലെ ജലം കയ്പുള്ളത്. ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് യാത്ര? അടിമത്വത്തിൽ നിന്ന് ഞങ്ങളോടൊത്ത് വസിച്ചാലും നാഥ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുഞ്ഞുമക്കളെ, നമ്മുടെ അസ്വസ്ഥതകൾ മാറി വരുമ്പോൾ നമുക്ക് നമ്മുടെ അസ്വസ്ഥതകൾ ഏറ്റെടുക്കുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൂപ്പി നിൽക്കുക. മോശയെ ഇസ്രയേലിനെ നയിക്കുവാൻ നിയോഗിച്ച ദൈവമേ, ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ അങ്ങ് ഞങ്ങളെ നയിക്കുന്നുണ്ടെന്ന് സത്യമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വചനം പഠിച്ച് അത് ജീവിക്കുവാൻ വേണ്ട കൃപ നൽകണമേ. ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ യാത്രയിലാണ്. ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര വേദനയിൽ നിന്ന് ഒരു സന്തോഷത്തേക്കുള്ള യാത്ര, അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള യാത്ര. ആ യാത്ര ആരംഭിച്ചിട്ട് ദിവസങ്ങളായി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, യാത്രയ്ക്ക് ഒരുക്കങ്ങൾ ആവശ്യമാണ്. ഈ അസ്വസ്ഥതയൊക്കെ മാറിയിട്ട് നമ്മളൊരു യാത്ര, ഒരു വലിയ യാത്ര ചെയ്യും. ആ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. അന്ന് മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി അവരൊരുങ്ങി യാത്ര ആരംഭിച്ചതാണ്. എത്ര ഒരുങ്ങിയാലും യാത്രയിൽ പ്രതിസന്ധികൾ നേരിടും. നമുക്ക് മോശയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രതിസന്ധിയായി വന്നത് ചെങ്കടൽ കടക്കലാണ്. നമ്മുടെ ജീവിതത്തിലെ ചെങ്കടൽ നമുക്കും ധൈര്യത്തോടെ കടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ സാമീപ്യവും വേണം. മോശ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ചെങ്കടൽ കടന്നു. മോശയുടെ കീർത്തനം നിങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് പഠിച്ചു കാണുമെന്ന് എനിക്കറിയാം. മോശയും ഇസ്രയേൽ ജനം ഒരുമിച്ച് രക്ഷപ്പെട്ട സന്തോഷത്തിൽ പ്രാർത്ഥിച്ചത്, അതിനൊരു പ്രത്യേക പേരുണ്ടല്ലോ. എന്താണ് ആ പേര്? ഒന്ന് പറഞ്ഞേ. അലൻ പറയൂ. മോശയുടെ കീർത്തനം. മോശയുടെ കീർത്തനം, മിടുക്കൻ. നമുക്കൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. എത്രാം അധ്യായത്തിലാണ് മോശയുടെ കീർത്തനം? മോള് പറഞ്ഞേ സിനി. 15-ാം അധ്യായത്തിൽ. മിടുക്കി, കൊള്ളാം. ഈ മോശയുടെ കീർത്തനം 15-ാം അധ്യായം നമുക്കൊരുമിച്ച് ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചാലോ? കുറച്ച് ഭാഗം ഒന്ന് വായിക്കാം. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം. ഞാൻ അവിടുത്തെ കീർത്തിക്കും. കർത്താവ് യോദ്ധാവാകുന്നു. കർത്താവെന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന്
കടലിലാഴ്ത്തി അവൻ്റെ ധീരരായ സൈന്യാധിപൻ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈ പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ യാത്ര തുടരുകയാണ്. ചെങ്കടൽ കടന്ന് 3-ാം ദിനത്തിൽ ഷൂർ മരുഭൂമിയിൽ ഇസ്രയേൽ ജനം എത്തി. ദാഹത്താൽ വലഞ്ഞ അവർ വെള്ളത്തിനായി നിലവിളിച്ചു. വെള്ളം കിട്ടി. നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന കടലിൻ്റെ തിരമാലകൾ, ആ തിരമാലയിൽ നിന്ന് ഊറി വരുന്ന ജലം ഒരു കൈക്കുമ്പിളിലെടുത്തൊന്ന് കുടിച്ചു നോക്കിക്കേ. തുപ്പും ഇല്ലേ? എന്താ കാര്യം? ഉപ്പ. ഈ മാറായിലെ ജലം കുടിച്ചവർ അത് തുപ്പിക്കളഞ്ഞു. അത് കയ്പുള്ളതായിരുന്നു. ചില ഇംഗ്ലീഷ് മരുന്ന്, ഗുളികയും മരുന്നുമൊക്കെ കഴിക്കുമല്ലോ അസുഖം വരുമ്പോൾ. ചില കുഞ്ഞുങ്ങൾ അപ്പോഴേ അത് തന്നെ, നിങ്ങളും തുപ്പിക്കളഞ്ഞിട്ടുണ്ട്, ഞാനും തുപ്പിക്കളഞ്ഞിട്ടുണ്ട്. എന്താ? കയ്പുള്ളതാണ്. അതുകൊണ്ട് ഈ ജലം അവർ കുടിക്കുക, തുപ്പിക്കളയുക. അങ്ങനെ ജലം ഇല്ലാതെ ദാഹിച്ചു വലഞ്ഞ അവർ പരസ്പരം വഴക്കിട്ടു. മോശയോടും വഴക്കിട്ടു. ഞങ്ങൾ എത്ര സുഖിച്ച അവിടെ കഴിഞ്ഞത്, നീ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഈ വിഷമത്തിലാക്കി. ഞങ്ങളിപ്പോൾ ദാഹിച്ചു വലയുക, ഞങ്ങൾക്കൊരിത്തിരി വെള്ളമെങ്കിലും താ. അവരുടെ വേദന, അവരുടെ കണ്ണീര്, അവരുടെ ആ വേദനയുടെ സ്വരം മോശ വീണ്ടും കർത്താവിനോട് ഉണർത്തിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ആ കിടക്കുന്ന തടിക്കഷ്ണം എടുത്ത് ഈ ജലത്തിലിടുക. കയ്പുള്ള ജലത്തിലേക്ക് ഒരു തടിക്കഷ്ണം എടുത്തിടാൻ ദൈവം പറഞ്ഞപ്പോൾ മോശ അതുപോലെ ചെയ്തു. ആ തടിക്കഷ്ണം വീണ നിമിഷം ജലം മധുരമുള്ളതായി. അവരത് കുടിച്ചു. എന്തൊരു സന്തോഷമായി! നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കയ്പുകളിൽ, ഈ വേദനകളിൽ ദൈവത്തിന് ഒരു തടിക്കഷ്ണത്തെ കൊണ്ടുപോലും അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ സംഭവം നമ്മെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പുകളെ ദൈവത്തിന് കൊടുക്കാം. മാറായിലെ വെള്ളം കഠിനമുള്ളത്, മാറായിലെ ജലം കയ്പുള്ളത് എന്ന് വിളിക്കപ്പെട്ടു. മാറായിലെ ജലം കയ്പുള്ളതാണ്, കാഠിന്യമുള്ളതാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ യാത്ര വീണ്ടും തുടരുകയാണ്. ഇന്ന് ഈ യാത്ര ആരംഭിച്ചിട്ട് 2 മാസവും 15 ദിവസവും പൂർത്തിയായി. എത്ര ദിവസമായി? 2 മാസവും 15 ദിവസവും. കണ്ടോ? ഈ 2 മാസവും 15 ദിവസവും അവർ നടക്കുകയാണ്. ഇടയിലെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുക. അപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി എത്തി. ഇപ്പോൾ അവർക്ക് ഭക്ഷണമില്ല, വിശന്നു പൊരിയുന്നു. വിശപ്പിന് പരിഹാരം വേണം. അവർ വീണ്ടും മോശയോട് ആവലാതി പറഞ്ഞു. ഞങ്ങൾ അവിടെ അടിമകളായി കഴിഞ്ഞപ്പോൾ ഇറച്ചി പാത്രത്തിൻ്റെ അടുത്തിരുന്നാൽ മതി. ചിലർക്ക് അങ്ങനല്ലേ, ഇറച്ചിയുടെ മണം കേട്ടാൽ മതി, ഒത്തിരി ചോറുണ്ണാൻ സാധിക്കും. ഇറച്ചിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ആവേശമാണ് ഭക്ഷണം ഒത്തിരി കഴിക്കാനായിട്ട്. നിങ്ങൾ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് നല്ലതുപോലെ പ്രാർത്ഥിച്ച് നല്ലതുപോലെ നിങ്ങൾ ഉറങ്ങി സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ്. നമുക്ക് വേദനിക്കേണ്ട കാര്യമില്ല. ഇത് മാറിപ്പോകും എന്ന് പഠിപ്പിക്കാനാണ് ഈ ഒരവസ്ഥ നമ്മളിവിടെ കാണുന്നത്. പ്രിയമക്കളെ, ഭക്ഷണത്തിനു വേണ്ടി അലമുറയിടുന്ന ജനത്തെ മോശ അവരുടെയും വേദന വീണ്ടും ദൈവത്തിൽ ഉണർത്തിക്കുന്നു. മോശ ദൈവത്തെ വിളിക്കുന്നു. ദൈവം മോശയോട് പറയുന്നു,
നിങ്ങൾ ഉണരുമ്പോൾ, പ്രഭാതമാകുമ്പോൾ നിങ്ങളുടെ പാളയങ്ങൾക്ക് ചുറ്റും അപ്പം, മന്ന എന്ന അപ്പം ഞാൻ വർഷിക്കും. അവരുണർന്നു. കൊത്തമ്പാലരി പോലെ തിളങ്ങുന്ന ഏതോ ഒരു വസ്തു. അവർ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? ഇതെന്താണ്? അതാണ് മന്ന. എന്തു രുചിയായിരുന്നു! തേനിൻ്റെ രുചി. തേൻ ചേർത്ത അപ്പം അവർ ആവശ്യത്തിന് ഭക്ഷിച്ചു. അവർക്കെല്ലാവർക്കും സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ളത് മുഴുവൻ ദൈവം ഒരുക്കി വെച്ചു. അവർ ഇറച്ചിക്കും വേണ്ടിയും പ്രതിസന്ധി. ഇറച്ചിയും വേണം. അപ്പം തിന്നുമ്പോൾ അതിനോടൊപ്പം ഇറച്ചി വേണം. അവർക്ക് ആവശ്യത്തിന് ദൈവം കാടപ്പക്ഷിയെ നൽകി. അങ്ങനെ അവർ ഭക്ഷിച്ച് തൃപ്തരായി. അപ്പവും ഇറച്ചിയും ആവോളവും ഭക്ഷിച്ചു. ദൈവത്തെ അവർ സ്തുതിച്ചു. നമ്മൾ ഇപ്പോൾ പഠിച്ച പാഠഭാഗം ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്? സ്നേഹമോൾ പറഞ്ഞേ. മിടുക്കി. ഏത് പുസ്തകമാണ്? പുറപ്പാടിൻ്റെ പുസ്തകം. എത്രാം അധ്യായമാണ്? 15-ാം അധ്യായം. 15-ാം അധ്യായം. മോൻ പറഞ്ഞേ. 15-ാം അധ്യായം. 15-ാം അധ്യായം. 15-ാം അധ്യായത്തിൽ 2 ഭാഗങ്ങളുണ്ട്. 1-ാമത്തെ ഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയ മോശയുടെ കീർത്തനം. 2-ാം ഭാഗത്തിലാണ്, 15-ാം അധ്യായം 2-ാം ഭാഗത്തിലാണ് മാറായിലെ ജലം. മാറായിലെ ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആൻമരിയ പറഞ്ഞേ. മിടുക്കി. കയ്പുള്ളതായിരുന്നു. ആ ജലത്തിന് പിന്നെ എന്ത് മാറ്റമാ സംഭവിച്ചത്? സാബു പറഞ്ഞേ. മധുരമായി. എങ്ങനെ? എങ്ങനെ മധുരമായി? ദൈവം എന്താ പറഞ്ഞത്? തടി വെള്ളത്തിലിടുക. തടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളത്തിന് എന്ത് മാറ്റമുണ്ടായി? കയ്പുള്ള വെള്ളം മധുരമുള്ളതായി. കൊള്ളാം. നിങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നത് ഇന്ന് തന്നെ പഠിക്കുന്ന നല്ല കുട്ടികളാണ്. അതുകൊണ്ട് എല്ലാവരും മിടുക്കരാണ്. നമുക്ക് 15-ാം അധ്യായത്തിലെ 2-ാം ഭാഗവും 16-ാം അധ്യായത്തിലെ ആദ്യ ഭാഗവും. 16-ാം അധ്യായം ആദ്യ ഭാഗത്തിൽ എന്താ പറയുന്നത്? മന്നായും കാടപ്പക്ഷിയും. മന്ന. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇത് എന്താണ്? ഇത് എന്ത്? ഇതെന്ത്? മന്ന. അപ്പത്തിൻ്റെ കൂടെ, അതായത് അപ്പത്തിൻ്റെ രുചി എന്തായിരുന്നു എന്ന് സാർ പറഞ്ഞായിരുന്നു. അപ്പത്തിൻ്റെ രുചി എന്താണ്? അലീന പറഞ്ഞേ. അപ്പത്തിൻ്റെ രുചി എന്താണ്? തേൻ ചേർത്തതാണ്. തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയായിരുന്നു. എന്തിന്? മന്നായ്ക്ക്. മിടുക്കി. മിടുക്കി. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അവർക്ക് ഇറച്ചി കൊടുത്തു. എന്തായിരുന്നു അവർക്ക് ഇറച്ചിയായി ദൈവം കൊടുത്തത്? മരിയ പറഞ്ഞേ. എന്തായിരുന്നു അവർക്ക് ഇറച്ചിയായി കൊടുത്തത്? കാടപ്പക്ഷി. മിടുക്കി. കാടപ്പക്ഷി. അപ്പോൾ നിങ്ങൾ ദൈവവുമായി നമ്മൾ ചേരുമ്പോൾ അത്ഭുതം സംഭവിക്കും. മാറി നിൽക്കുകയല്ല, ചേർന്ന് നിൽക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന, ഇപ്പോൾ ഈ ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ മിഠായി മേടിക്കാനോ കടയിൽ പോയിട്ട് ബാക്കി കിട്ടുന്നതോ അങ്ങനെയുള്ള പൈസ ചേർത്ത് വെച്ച് നിങ്ങൾ അടുത്ത ആഴ്ച, അടുത്ത ഞായറാഴ്ച നിങ്ങൾക്ക് ആരെയെങ്കിലും, ഒരു രോഗിയെയോ വേദനിക്കുന്ന ആരെയെങ്കിലോ ഒരാളിനെ സഹായിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ദൈവം നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച, നമുക്ക് ദൈവം തന്ന അറിവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സ്നേഹം വചനത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളിലേക്ക് വർഷിച്ചു. അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനും നന്ദി. ഞങ്ങളെ അവിടുത്തെ സ്നേഹത്തിൽ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യണമേ. ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.